ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ജോമെട്രിക് ഡ്യുവൽ ഓർ അതർവൈസ് ഇറ്റ് ഇസ് നോൺ എസ് ഡ്യുവൽ ഓഫ് എ ഗ്രാഫ്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്യുവൽ ഓഫ് എ ഗ്രാഫ് എന്താണ് എന്നുള്ളത് മാത്രമേ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, എന്നിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ജോമെട്രിക് ഡ്യുവൽ അല്ലെങ്കിൽ അഥവാ ഡ്യുവൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തരുന്ന ഗ്രാഫ് ഒരു പ്ലെയിൻ ഗ്രാഫ് ആയിരിക്കണം. പ്ലെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എഡ്ജസ് വന്നിട്ട് വേർട്ടിസസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ആകാവൂ. അങ്ങനത്തെ ഗ്രാഫ്സിനെയാണ് നമ്മൾ പ്ലെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഡ്യുവൽ ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഡ്യുവൽ ഗ്രാഫിനെ നമുക്ക് ജി സ്റ്റാർ എന്ന് എടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്നത്, അതായത് ഒരു പ്ലെയിൻ ഗ്രാഫിനകത്ത് റീജിയൻസ്, അതായത് നമ്മൾ അതിൻ്റെ റീജിയൻസ് ആദ്യം നമ്മൾ എടുക്കുന്നു. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിനെ നമുക്ക് പ്രൈമൽ ഗ്രാഫ് എന്ന് വെക്കാം. ഈ പ്രൈമൽ ഗ്രാഫിൽ വേർട്ടിസസ് നോക്കുന്നു. അതിൽ എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? 5 വേർട്ടിസസ് വരുന്നുണ്ട്. എഡ്ജസ് നോക്കുമ്പോൾ എത്ര എഡ്ജസ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 എഡ്ജസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇത് പ്ലെയിൻ ഗ്രാഫാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. പ്ലെയിൻ ഗ്രാഫാണോ? യെസ്. എഡ്ജസ് വെർട്ടിസസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ആവുന്നുള്ളൂ, അല്ലാതെ എവിടെയും എഡ്ജ് ക്രോസിങ് വരുന്നില്ല. അപ്പോൾ ഒരു പ്ലെയിൻ ഗ്രാഫാണ്. പ്ലെയിൻ ഗ്രാഫിനകത്ത് നമ്മൾ ആദ്യം റീജിയൻസ് ഡിവൈഡ് ചെയ്യണം. റീജിയൻസ് എടുത്തതിന് ശേഷം അപ്പോൾ ഇതിനകത്ത് എത്ര റീജിയൻസ് വരുന്നുണ്ട്? അപ്പോൾ നമ്പർ ഓഫ് റീജിയൻസ് ബൗണ്ടഡ് ബൈ ദ എഡ്ജസ്, അതായത് നമ്പർ ഓഫ് എഡ്ജസ് ക്ലോസ്ഡ് ആക്കി വരുന്ന റീജിയൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? റീജിയൻസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൽ എത്ര റീജിയൻസ് വരുന്നുണ്ട്? നമുക്ക് ഇങ്ങനെ എടുക്കാം. F1 F2 അല്ലെങ്കിൽ R1 R2 R3 നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. F1 F2 F3 F4 എന്ന് എടുക്കുകയാണ്. F4 എന്ന് പറയുന്നത് ദ എക്സ്റ്റീരിയർ റീജിയനും F1 F2 F3 എന്ന് പറയുന്നത് ഇൻറ്റീരിയർ റീജിയനുമായിട്ട് നമ്മളിവിടെ എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൽ എത്ര ഫേസസ് അല്ലെങ്കിൽ എത്ര റീജിയൻസ് വരുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് വേർട്ടിസസ് നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന വേർട്ടിസസ് എത്രയാണ് നമുക്കിവിടെ വരുന്നത്? F1 F2 F3 ആൻഡ് F4 ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് 4ഉമായിരിക്കും നമ്മളിവിടെ വേർട്ടിസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ റീജിയൻസിനെയാണ് നമ്മളിവിടെ വേർട്ടിസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ F1 F2 F3 F4 എന്ന വേർട്ടിസസ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നു. കാരണം ഇത്രയും റീജിയൻസ് മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. സോ വി ആർ കൺസിഡറിങ് ഹിയർ 4 വേർട്ടിസസ് ആ റീജിയൻസിനെയാണ് നമ്മളിവിടെ വേർട്ടിസസ് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഓരോ എഡ്ജസ് ആയിട്ട് നോക്കണം. ഓരോ എഡ്ജായിട്ട് നോക്കുമ്പോൾ ആ എഡ്ജ് ഏതൊക്കെ റീജിയൻസിനെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമുക്ക് ബേസിക് ഡെഫിനിഷൻ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസും കൂടി നോക്കാം. അപ്പോൾ ബേസിക് ഡെഫിനിഷൻ നോക്കാൻ നേരത്ത് നമ്മൾ ഒരു എഡ്ജ് എടുക്കുമ്പോൾ ആ എഡ്ജ് ഏതൊക്കെ റീജിയൻസിലാണ് വരുന്നത്? നേരത്തെ തന്നെ ഞാൻ പറയുന്നു, പ്ലെയിൻ ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എഡ്ജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2 റീജിയൻസിൽ ഉണ്ടാവും. ഓരോ എഡ്ജും 2 റീജിയൻസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് F1 എന്ന റീജിയൻ, അതായത് ഈ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കുന്ന ആദ്യത്തെ എഡ്ജ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പുറത്തുള്ള എക്സ്റ്റീരിയർ റീജിയൻ F4 ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് V4 V5 എന്ന എഡ്ജ് ഏതൊക്കെ റീജിയൻസിനെയാണ് കവർ ചെയ്യുന്നത്? അതായത് സെപ്പറേറ്റ് ചെയ്യുന്നത് F1 ആൻഡ് F4. അപ്പോൾ F1നെയും F4ഉം കണക്ട് ചെയ്യുക. We are separating this one single edge is connected with F1 and F4. So connect F1 and F4. അതാണ് ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത എഡ്ജ് നമുക്ക് നോക്കാം. അടുത്ത എഡ്ജ് എടുക്കുമ്പോൾ ഇവിടെയും വീണ്ടും എന്താണ് വരുന്നത്? V3 V4 എന്ന എഡ്ജ് ഏതൊക്കെ റീജിയൻസിനെയാണ് കണക്ട് ചെയ്യുന്നത്? F4നെയും F1നെയുമാണ് കണക്ട് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ കണക്ട് F4 ആൻഡ് F1 ലൈക്ക് ദിസ്. ഇനി അടുത്തത് ഈ ഒരു എഡ്ജ് നമുക്ക് നോക്കാം. ഈ എഡ്ജ് എടുക്കുമ്പോൾ V3 V5 is connecting which regions? F1 and F2. So connect F1 and F2 like this. ഇനി അടുത്തത്
ടു അടുത്ത റീജിയൻ നമുക്ക് എടുക്കാം, അടുത്ത എഡ്ജ് എടുക്കാം. സോ ഈ ഒരു എഡ്ജ് എടുക്കുക. ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ V3 V2 is connecting which region? F2 and F4. V3 V2 is connecting F2 and F4. So join F2 and F4 like this. F2 and F4. Now next edges V2 V5 നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ റീജിയൻസ് ആണ് സെപ്പറേറ്റ് ആകുന്നത്? F2 ആൻഡ് F3. F2ഉം F3യും സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് V2 V5 ആണ്. സോ കണക്ട് F2 ആൻഡ് F5. സോ F2 ആൻഡ് F3. അപ്പോൾ ഈ ഒരു എഡ്ജ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ഇനി അടുത്ത എഡ്ജ് നോക്കാം. അടുത്ത എഡ്ജ് എടുക്കുമ്പോൾ V1 V2 ഏതൊക്കെ റീജിയൻസിനെയാണ് കണക്ട് ചെയ്യുന്നത്? F3 ആൻഡ് F4. സോ F3യും F4ഉം കണക്ട് ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ V5 V1 ഈ ഒരു എഡ്ജ് എടുക്കുക. ഈ ഒരു എഡ്ജ് ഏതൊക്കെ റീജിയൻസിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്? F3 F4. സോ F3യും F4ഉം ഒന്നുകൂടി കണക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ എഡ്ജ് ആയത് കാരണം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഡ്യുവൽ ഗ്രാഫ് എന്നിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഡ്യുവൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തായിരിക്കണം നമുക്ക് വേണ്ടത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു പ്ലെയിൻ ഗ്രാഫ് ആണോ, വെദർ ഇറ്റ് ഈസ് എ പ്ലെയിൻ ഗ്രാഫ്. എന്നിട്ട് നമ്മൾ ഡ്യുവലിനെ G* എന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലുള്ള വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ്, ഇവിടുത്തെ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ്? 5 ആണ്. ബട്ട് നമ്മൾ വേർട്ടിസസിനെ ബേസ് ചെയ്തല്ല ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, റീജിയൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫേസസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഫേസസ് വരുന്നു? F1, F2, F3, F4. So consider in the dual 4 vertices F1, F2, F3. ഞാൻ ഈ ഒരു ഓർഡറിൽ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇന്ന ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. സോ F1, F2, F3, F4 നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഓരോ എഡ്ജസുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. എങ്ങനെ? ഓരോ ബൗണ്ടറിയിലുള്ള ഓരോ എഡ്ജസും ഏതൊക്കെ ബൗണ്ടറീസിനെയാണ് കണക്ട് ചെയ്യുന്നതോ ആ ബൗണ്ടറീസിനെ അതേ എഡ്ജായിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്ത് വരയ്ക്കുന്നു. അങ്ങനെ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് നമുക്കിവിടെ നോക്കാം. നമ്പർ ഓഫ് വേർട്ടിസസ് ഇവിടെ എത്ര വരുന്നുണ്ട്? ഈ ഗ്രാഫിൽ V is equal to number of vertices 5 and number of edges is equal to 7 and number of regions is equal to 4 ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര വേർട്ടിസസ് വരുന്നുണ്ട്? നമ്പർ ഓഫ് വേർട്ടിസസ് in this G* is equal to 4 and number of edges E* is equal to എത്ര number of edges വരുന്നുണ്ട്? 1 2 3 4 5 6 7 edges and number of regions in the dual graph. How many regions here? നമുക്ക് ഇവിടെ R1 R2 R3 R4 R5. So how many regions? 5 regions. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? ഇവിടെ 5 vertices, ഇവിടെ 7 edges are 4 regions. ഇവിടെ വരുന്നത് 4 vertices, 7 edges and 5 regions ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് number of edges remains same. Both the graph in the original plane graph and in the dual graph number of edges remains same. അതിലൊരു മാറ്റവും ഇല്ല. ഇവിടുത്തെ number of vertices ആണ് അവിടുത്തെ dual ഗ്രാഫിലെ number of number of regions. ഇവിടുത്തെ number of vertices ഒറിജിനൽ പ്ലെയിൻ ഗ്രാഫിലെ number of vertices 5 ആണ്. ഇവിടെ ഈ ഡുവൽ ഗ്രാഫിൽ നമ്പർ ഓഫ് റീജിയൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ ടു 4. ദെയർ നമ്പർ ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു 4 ഇൻ ദ ഡുവൽ ഗ്രാഫ്. ബോത്ത് ആർ ഹിയർ. So number of vertices is 5, number of edges is 7 and number of regions is equal to 4 here. ഇവിടെ വരുന്നത് vertices is equal to 4 and edges is 7 and regions is 5 is the dual graph. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് there is a 1-to-1 correspondence between the edges of G and G*. That means the original plane graph and the dual graph. See here, the vertices of G is equal to the number of faces or the number of regions. Vertices of G is G*
is equal to the regions and edges remain same and the faces of the dual graph. So G star is known as, G star എന്താണ്, അത് ഒരു ഡുവൽ ഗ്രാഫാണ്. ആ ഡുവൽ ഗ്രാഫിലെ വേർട്ടിസസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രാഫിലെ റീജിയൻസ് ആണ്. എഡ്ജസ് രണ്ട് ഗ്രാഫിലും സെയിം ആണ്. ഡുവൽ ഗ്രാഫിലെ റീജിയൻസ് അല്ലെങ്കിൽ ഫേസസ്, റീജിയൻസ് ഓർ അതർവൈസ് ഫേസസിനെയാണ് എഫ് അല്ലെങ്കിൽ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ റീജിയൻസ് ആണ് ഒറിജിനൽ ഗ്രാഫിൻ്റെ വേർട്ടിസസ്. സോ ആ ഒരു കോൺസെപ്റ്റാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്ലെയിൻ ഗ്രാഫ് ആൻഡ് ഇറ്റ്സ് ഡുവൽ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. സോ വി ഷാൽ സി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്ലെയിനാർ ഗ്രാഫ് ആൻഡ് ഓൾസോ എ ഡുവൽ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് നമ്മളിവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. ആ ഗ്രാഫിൽ സപ്പോസ് സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ, ആ ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഉണ്ട് എന്ന് വയ്ക്കുക. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അത് ഡുവൽ ഗ്രാഫിൽ എന്തായി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. So suppose when we consider a graph like this, consider a graph with 5 vertices like this. Let me consider a graph. സപ്പോസ് ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രാഫിൽ നമുക്ക് ഇതൊരു പ്ലെയിൻ ഗ്രാഫാണ്. സോ ലെറ്റ് us denote this graph by G. ഈ ഗ്രാഫിൽ നമുക്ക് എത്ര റീജിയൻസ് വരുന്നുണ്ട്? നമ്മളിവിടെ ആദ്യം R1, R2, R3 3 റീജിയൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അതിൽ R3 എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ റീജിയൻ, R1, R2 എന്നുള്ളത് നമുക്ക് ഇൻറ്റേർണൽ റീജിയൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ 5 വേർട്ടിസസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ആർ കൺസിഡറിങ് ഹിയർ 6 എഡ്ജസ്. നമുക്കിവിടെ 6 എഡ്ജസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡുവൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് അവിടെ ഡുവൽ ഗ്രാഫിൽ G സ്റ്റാറിൽ നമ്പർ ഓഫ് വേർട്ടിസസ്. ഇവിടുത്തെ റീജിയൻസ് ആണ് അവിടുത്തെ വേർട്ടിസസ്. സോ ഞാനിവിടെ 3 റീജിയൻസ് ആണ് എടുക്കുന്നത്. സോ ഐ കൺസിഡർ 3 വേർട്ടിസസ് R1, R2 ആൻഡ് R3 എന്ന് 3 വേർട്ടിസസ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം നമുക്ക് നോക്കാം R1ലെ എഡ്ജസിൽ നമ്പർ ഓഫ് എഡ്ജസിൽ കുറയാൻ പാടില്ല. ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് 6 ആണ്, അവിടെയും നമ്പർ ഓഫ് എഡ്ജസ് 6 ആയിരിക്കണം വരേണ്ടത്. ഫസ്റ്റ് R1ലെ ഫസ്റ്റ് എഡ്ജ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എഡ്ജ് ഏതൊക്കെ റീജിയൻസിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് R1 ആൻഡ് R3. R1നെയും R3 പുറത്തുള്ള എല്ലാ എക്സ്റ്റീരിയർ ഫുള്ളും R3 ആണ്. അപ്പോൾ R1നെയും R3യെയും കണക്ട് ചെയ്യുന്നത് ഈ ഒരു എഡ്ജാണ്. അപ്പോൾ നമുക്ക് R1നെയും R3യെയും നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാ ഇവിടെ ഇതും ഏതൊക്കെ റീജിയൻസിനെയാണ് കണക്ട് ചെയ്യുന്നത്? R1ഉം R3യുമാണ് കണക്ട് ചെയ്യുന്നത്. സോ R1ഉം R3യുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കണക്ട് ചെയ്തു, വീണ്ടും നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്പിൾ എഡ്ജാണ്. സോ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എഡ്ജ് നമുക്ക് ഈ ഒരു എഡ്ജ് നോക്കാം. അതായത് ഈ ഒരു എഡ്ജ് ഏതൊക്കെ റീജിയൻസിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? R1നെയും R2നെയുമാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ജോയിൻ R1 ആൻഡ് R2. ഇനി അടുത്ത നമ്പർ ഓഫ് എഡ്ജ് നമുക്ക് നോക്കാം. ഈ എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുന്നത് R1ഉം R3യുമാണ്. ഔട്ടർ റീജിയൻ R3, ഇന്നർ ഇവിടെ R2. അപ്പോൾ R2ഉം R3യുമാണ്. R1 R3 അല്ല, R2 R3 ആണ്. അപ്പോൾ R2ഉം R3യും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത എഡ്ജ് നോക്കുക. അടുത്ത എഡ്ജ് നമ്മൾ നോക്കുമ്പോൾ അതിലെ ഏതൊക്കെ റീജിയൻസിനാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഈ എഡ്ജ് R2 R3. അപ്പോൾ R2 R3 കണക്ട് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒരു മൾട്ടിപ്പിൾ എഡ്ജിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഇനി ലാസ്റ്റ് ഒരു എഡ്ജ് ഇവിടെ ഉണ്ട്. ആ എഡ്ജ് എന്ന് പറയുന്നത് R3. അതായത് ഇനി ഒരു എഡ്ജ് കൂടിയുണ്ട്, ഈ ഒരു എഡ്ജ്. അപ്പോൾ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഏതൊക്കെ റീജിയൻസിനാണ് സെപ്പറേറ്റ് ജോയിൻ ചെയ്യുന്നത്?
ഇവിടെ R3, ഇപ്പുറത്തും എന്തായിരിക്കും, ഈ റീജിയൻ മുഴുവനും എന്താണ്, R3 ആണ്. സോ ദിസ് ഇസ് ഓൾസോ R3. സോ ഓൾ ദീസ് റീജിയൻസ്, ഇതും R3 ആണ്, ഇതും R3, എല്ലാ ഔട്ടർ റീജിയൻ ഫുൾ R3 ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജ്, പെൻഡൻറ്റ് എഡ്ജ്, അതായത് പെൻഡൻറ്റ് എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, R3യും തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ R3യിൽ തുടങ്ങി R3യിൽ തന്നെ അവസാനിപ്പിക്കണം. സോ യു ഹാവ് ടു ഡ്രോ എ ലൂപ്പ്, സെൽഫ് ലൂപ്പ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പെൻഡൻറ്റ് എഡ്ജ് ഏതൊരു ഇതിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ നമ്പർ ഓഫ് വേർട്ടിസസ് ഇവിടെ നോക്കിക്കേ. നമ്പർ ഓഫ് വേർട്ടിസസ് ഇസ് ഈക്വൽ ടു ഇവിടെ 5, നമ്പർ ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു 6 ആൻഡ് നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ ടു 3. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് വേർട്ടിസസ് ഇസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു 6 ആൻഡ് നമ്പർ ഓഫ് റീജിയൻസ്, ഇപ്പോൾ V സ്റ്റാർ എന്നെടുക്കാം, ഇത് E സ്റ്റാർ, ഇത് R സ്റ്റാർ എന്നെടുക്കാം. സോ നമ്പർ ഓഫ് റീജിയൻസ് എത്ര വരുന്നുണ്ട്, R1, R2, R3, ഇവിടെ R4 റീജിയൻ. അപ്പോൾ R1 ഡാഷ് അല്ലെങ്കിൽ R1 സ്റ്റാർ, R2 സ്റ്റാർ, R3 സ്റ്റാർ, R4 സ്റ്റാർ, ഔട്ടർ R5 സ്റ്റാർ എന്ന് എടുക്കുന്നു. സോ ഹൗ മെനി റീജിയൻസ്, 5 റീജിയൻസ്. സീ ഹിയർ, ഇവിടെ 5, ഇവിടെ റീജിയൻ 5, ഇവിടെ റീജിയൻ 3, അവിടെ വേർട്ടെക്സ് 3, അങ്ങനെ നമുക്ക് വരുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഒന്നുകൂടി നോക്കാം. അതായത് ഏതൊരു ഗ്രാഫിലും സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, പെൻഡൻറ്റ് എഡ്ജ് ആയിരിക്കും. അതുപോലെ പെൻഡൻറ്റ് എഡ്ജാണ് വരുന്നതെങ്കിൽ അവിടെ വരുന്ന ഡ്യുവലിൽ വരുന്നത് സെൽഫ് ലൂപ്പ് ആയിരിക്കും. സപ്പോസ് നമുക്ക് വരുന്ന ഗ്രാഫ് അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സോ അതിനനുസരിച്ച് വേണം നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യാൻ. ഏതൊരു ഗ്രാഫ് തന്നാലും ശരി, അതിൽ പെൻഡൻറ്റ് എഡ്ജ് ഉണ്ടെങ്കിൽ, ഇതിൽ പെൻഡൻറ്റ് എഡ്ജസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഡ്യുവൽ ഗ്രാഫ് വരുമ്പോൾ അവിടെ സെൽഫ് ലൂപ്പ് ആയിരിക്കും വരുന്നത്. സപ്പോസ് നമ്മുടെ ഒരു ഗ്രാഫിൽ ഇങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചോ, നമുക്കിപ്പോൾ 3 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ എത്ര റീജിയൻസ് വരുന്നുണ്ട്, ഇവിടെ നമുക്ക് R1, R2 മാത്രമല്ലേ വരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫിൽ ഇനി ഒരു സെൽഫ് ലൂപ്പ് കൂടി ഞാനിവിടെ എടുക്കുവാണ്. അപ്പോൾ ഇതിനെ R3 എന്നും എടുക്കുവാണ്. സോ R1, R2, ഓർ ദിസ് ഇസ് R2 ആൻഡ് ഇത് നമുക്ക് ഔട്ടറിലെ റീജിയൻ R3 എന്നെടുക്കാം. R1, R2, R3. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര റീജിയൻസ് വരുന്നുണ്ട്, ദ നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ to 3 and number of vertices is equal to 3 and number of edges is equal to 4. So therefore we have to draw a self loop. ഈ ഒരു സെൽഫ് ലൂപ്പ് ഉള്ള ഗ്രാഫിന് നമുക്ക് ഇനി ഡ്യുവൽ ഗ്രാഫ് വരയ്ക്കണം. How will you draw the dual graph? So how many vertices we have to consider here? നമുക്കിവിടെ number of vertices 3 ആണ്, number of regionsഉം 3 ആണ്. അപ്പോൾ നമുക്ക് ഡ്യുവൽ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ഗ്രാഫ് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us take like this. നമുക്ക് അവിടെ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കിവിടെ ആദ്യത്തെ എഡ്ജ് നമുക്ക് നോക്കാം. സീ ഹിയർ, R1, R2, R3 എന്നുള്ളതാണ് ഞാനിവിടെ വേർട്ടിസസ് ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത്. R1, R2, R3. ലെറ്റ് മീ കൺസിഡർ 3 വേർട്ടിസസ്. നൗ ഹിയർ ഈ ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ ഒരു എഡ്ജാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് ഈ ഒരു എഡ്ജാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ഏതൊക്കെ റീജിയൻസിനാണ് കണക്ട് ചെയ്യുന്നത്, R1, R3. സോ R1ഉം R3യും ഫസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ R1ഉം R3യും തന്നെയാണ് വീണ്ടും കണക്റ്റ് ആവുന്നത്. ഇതും R1, R3, ഇതും R1, R3. സോ എഗെയിൻ വി കൺസ്ട്രക്ട് എ ഗ്രാഫ് ലൈക്ക് ദിസ്. വീണ്ടും R1, R3. ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഈ ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ റീജിയൻസ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, R1ഉം R3യും തന്നെയാണ്. സോ വി ആർ ഡ്രോയിങ് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. R1ഉം R3യും തന്നെയാണ് വീണ്ടും കണക്റ്റ് ആവുന്നത്. പിന്നെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് R2 ആണ്. R2ഉം അതായത് ഈ ഒരു സെൽഫ് ലൂപ്പ് നമുക്ക് വരുന്നത് R2നെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും നമ്മൾ, ഈ ഒരു സെൽഫ് ലൂപ്പ് വരുന്ന ഗ്രാഫ് അവിടെ വരുമ്പോൾ പെൻഡൻറ്റ് എഡ്ജ് ആയിരിക്കും. R2നെയും പുറത്ത്
പുറത്തുള്ള റീജിയൻ ഏതാണ്? R3നെയുമാണ് കണക്ട് ചെയ്യുന്നത്. സി ഹിയർ, ഇവിടെ R2, പുറത്തുള്ള റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? R3. അപ്പോൾ ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് ഏതിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? R2നെയും R3യെയുമാണ് കണക്ട് ചെയ്യുന്നത്. സോ മേക്ക് ആൻ ഡ്രോയിങ് ലൈക്ക് ദിസ്, R2 ആൻഡ് R3 എന്ന് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കിക്കേ, ഈ ഒരു ഗ്രാഫിൽ ഇവിടെ നമുക്ക് പെൻഡൻറ്റ് എഡ്ജ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ പെൻഡൻറ്റ് എഡ്ജ്. ആൻഡ് ഓൾസോ ഇവിടെ വരുമ്പോൾ അത് കറസ്പോണ്ടിങ് ഡ്യുവൽ വരുമ്പോൾ അതെന്താണ്? സെൽഫ് ലൂപ്പായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ ഈ ഗ്രാഫിൽ ഇത് ഒരു സെൽഫ് ലൂപ്പാണ് അവർ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ബി എ പെൻഡൻറ്റ് എഡ്ജ്. സോ ഇവിടെ നമുക്ക് വരുന്നത് പെൻഡൻറ്റ് എഡ്ജാണ് നമുക്ക് വരുന്നത്. സോ ദീസ് ആർ ദ 2 പോയിൻറ്റ്സ്. ഇതാണ് ആദ്യത്തെ 2 പോയിൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൽഫ് ലൂപ്പ് കറസ്പോണ്ട്സ് ടു എ പെൻഡൻറ്റ് എഡ്ജ്. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അത് പെൻഡൻറ്റ് എഡ്ജും, പെൻഡൻറ്റ് എഡ്ജ് ഉണ്ടെങ്കിൽ അത് ഡ്യുവലിൽ സെൽഫ് ലൂപ്പും ആയിരിക്കും. സോ എഡ്ജസ് ദാറ്റ് ആർ ഇൻ എ സീരീസ് പ്രൊഡ്യൂസസ് എ പാരലൽ എഡ്ജസ് ഇൻ G. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഗ്രാഫ് ഞാനിവിടെ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പേജ് എടുക്കാം. ഇതിൽ സപ്പോസ് ഞാനിങ്ങനെ ഒരു ഗ്രാഫാണ് എടുക്കുന്നതെങ്കിൽ, ലെറ്റ് മീ കൺസിഡർ ലൈക്ക് ദിസ്, എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ വിത്ത് 3 edges. So how many regions are here in this graph? ഈ ഗ്രാഫിൽ നമുക്ക് R1, R2, R3 with how many vertices? 2 vertices. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടി കാണിക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എഡ്ജസ് ദാറ്റ് ആർ ഇൻ സീരീസ് പ്രൊഡ്യൂസസ് പാരലൽ എഡ്ജസ്. അതുപോലെ തന്നെ പാരലൽ എഡ്ജസ് പ്രൊഡ്യൂസസ് എഡ്ജസ് ഇൻ സീരീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നതിൽ ഏത് ഗ്രാഫ്? ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രാഫിൽ എൻ്റെ ഈ ഗ്രാഫിൽ എത്ര എഡ്ജസ് ആണ് വന്നിരിക്കുന്നത്? പാരലൽ എഡ്ജസ് ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പാരലൽ എഡ്ജസ് ആണെങ്കിൽ ഇതിൻ്റെ ഡ്യുവൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഡ്യുവൽ കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക? അതായത് ഈ R1, R2, R3യുടെ 3 റീജിയൻസിൻ്റെ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ R1ൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, R1, R2, R3 എന്ന് നമുക്ക് എടുക്കാം. R1, R2, R3 എന്നാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് R1നെയും R3യെയും കണക്ട് ചെയ്യുന്നതാണ്. R1, R3 ഈസ് കണക്റ്റഡ്. നെക്സ്റ്റ് സെക്കൻഡ് എഡ്ജസ് R1, R2. അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് R2, R3. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാരലൽ എഡ്ജസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും വരുന്നത്? പാരലൽ എഡ്ജസ് വരുമ്പോൾ അത് ഈ പ്രൊഡ്യൂസസ് ആൻഡ് എഡ്ജസ് ഇൻ സീരീസ്. അതുപോലെ തിരിച്ചും അതുപോലെ തന്നെയാണ്. എഡ്ജസ് ഇൻ സീരീസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? പാരലൽ എഡ്ജസ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഈ ഗ്രാഫിൻ്റെ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിക്കാം. ആ ഗ്രാഫിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാഫിൽ വേറൊരു ഗ്രാഫ് നമ്മളിപ്പോൾ എടുക്കുവാണ്. ഈ ഗ്രാഫിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ ഗ്രാഫ് എടുത്തിരിക്കുന്നതിൽ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയാണ് വരുന്നത്? വി ആർ ഹാവിങ് 6 number of vertices. നമ്മളിവിടെ 6 vertices എടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് ഇസ് 4, 5, 6, 7, 8 edges വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ ടു 4 വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 4 റീജിയൻസ് ആണ് വരുന്നത്. കാരണം ഞാനിവിടെ 4 വേർട്ടിസസ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. R1, R2, R3 ആൻഡ് R4 എന്ന് 4 വേർട്ടിസസ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ എഡ്ജ് എന്ന് പറയുന്നത്, ഇവിടെ ഫസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ് നമുക്ക് എടുക്കാം. സോ സപ്പോസ് ഈ ഒരു എഡ്ജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇറ്റ് സെപ്പറേറ്റ്സ് R2 ആൻഡ് R4. സോ R2, R4നെ ഫസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് എടുക്കുക. ഇതെടുക്കുമ്പോൾ അതും R1, R4നെയാണ് കണക്ട് ചെയ്യുന്നത്. സോ അതും ഇവിടെ R1, R4. എന്നിട്ട് ഈ ഒരു എഡ്ജ് എടുക്കുക. ഈ എടുക്കുമ്പോൾ R3, R4 ആണ് കണക്ട് ചെയ്യുന്നത്. സോ R3, R4 കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് എടുക്കുക. ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ R3, R4. ഓക്കെ,
ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു എഡ്ജ് എടുക്കാം, അതായത് R1ഉം R2ഉമാണ് കണക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ R1 R3 ആണ് കണക്റ്റ് ചെയ്യുന്നത്, R1 ആൻഡ് R3. സോ യു ഹാവ് ടു ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്, R1 R3 ആൻഡ് ഓൾസോ ഇവിടെ വരുന്നത് R2 R3 ആണ്. സോ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം R2 R3 ആൻഡ് ഈ ഒരു എഡ്ജ്, അതായത് ലാസ്റ്റ് എഡ്ജ്, ഈ ഒരു എഡ്ജ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് റീജിയൻസിനെയാണ്. R3യിൽ തന്നെയാണ് സെപ്പറേറ്റ് ആവുന്നത്. സോ R3യിൽ ഒരു സെൽഫ് ലൂപ്പ് ഇങ്ങനെ വരയ്ക്കുക. സോ നമ്മുടെ നമ്പർ ഓഫ് വെർട്ടിസസ് നമുക്കിവിടെ എത്ര വരുന്നുണ്ട്? ഇനി നമുക്ക് നോക്കാം, 8 നമ്പർ ഓഫ് എഡ്ജസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6 7, 1 edge is missing. Yes, R2 R3 ഒരു എഡ്ജ്. ഇനി ഈ ഒരു എഡ്ജ് നോക്കുമ്പോൾ തന്നെ രണ്ട് എഡ്ജസ് വരുന്നുണ്ട്. R3 R4ൽ കണക്ട് ചെയ്യുന്ന രണ്ട് എഡ്ജസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രാഫ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് വരുന്നത് ഏതാണ്? നമുക്ക് ഇപ്പം ഈ ഒരു ഗ്രാഫ് നമുക്ക് മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് ദ നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് ദ ബൗണ്ടറി ഓഫ് എ ഫേസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് ദ ബൗണ്ടറി ഓഫ് എ ഫേസ്, ഒരു റീജിയനിൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണെന്ന് നമുക്ക്. R1ൽ ഹൗ മെനി എഡ്ജസ് ആണ് വരുന്നത്? ഡിഗ്രി എഡ്ജസ് ഇസ് R1ൽ വരുന്ന നമ്പർ ഓഫ് എഡ്ജസ്, R1ലെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഇവിടെ R1ലെ ഡിഗ്രി നോക്കുക, ഇറ്റ് ഈസ് ഓൾസോ 3. ഇനി R2ലെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നതും 3 ആണ്. ഇവിടെ R2ൻ്റെ ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ഈസ് ഓൾസോ 3. ഇനി R3യിൽ നമുക്ക് R3യിൽ നോക്കാം, ഹൗ മെനി നമ്പർ ഓഫ് എഡ്ജസ് ആണ് വരുന്നത്? R3യിൽ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? 1 2 3 4 5. സോ R3യുടെ നമ്പർ ഓഫ് എഡ്ജസ് വരുന്നത് 5 ആണ്. R3ക്ക് ഡിഗ്രി നമുക്ക് നോക്കാം. സോ 1 2 3 4 5. So degree of R3 is also 5 and R4 വരുമ്പോൾ നമുക്ക് എത്ര എഡ്ജസ് ആണ് വരുന്നത്? R4ൽ ഔട്ടർ സൈക്കിളാണ്. അപ്പോൾ R4 കവർ ചെയ്യുന്ന നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ R4 1 2 3 4 ആണ്. R4ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കിക്കേ. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദ നമ്പർ ഓഫ് എഡ്ജസ് ഓൺ ദ ബൗണ്ടറി ഓഫ് എ ഫേസ് ഇസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ദ കറസ്പോണ്ടിങ് വെർട്ടെക്സ്. അങ്ങനെ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെൽഫ് ലൂപ്പ് ആണെങ്കിൽ ഡുവലിൽ പെൻഡൻ്റ് ആയിരിക്കും, ഇവിടെ പെൻഡൻ്റ് എഡ്ജ് ആണെങ്കിൽ അവിടെ സെൽഫ് ലൂപ്പ് ആയിരിക്കും. അതുപോലെ എഡ്ജസ് ഇവിടെ സീരീസിലാണെങ്കിൽ അവിടെ പാരലൽ എഡ്ജസ് ആയിരിക്കും. അതുപോലെ ഇവിടെ പാരലൽ എഡ്ജസ് ആണെങ്കിൽ അവിടെ വരുന്നത് സീരീസിലായിരിക്കും എഡ്ജസ് വരുന്നത്. ഇനി നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് ദ ബൗണ്ടറി ഓഫ് എ ഫേസ് ഇസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ദ കറസ്പോണ്ടിങ് വെർട്ടെക്സ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ട് ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ ആ രണ്ട് ഗ്രാഫും പ്ലേനാർ ആണ്. നമ്മുടെ രണ്ട് ഗ്രാഫ് നമുക്ക് നോക്കിക്കേ, നമ്മൾ വരച്ച ഈ രണ്ട് ഗ്രാഫും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആർ ദേ പ്ലേനാർ? ബിക്കോസ് എഡ്ജ് എവിടെയും ക്രോസ് ആവുന്നുണ്ടോ? ഇവിടെ എവിടെയും ക്രോസ് ആയിട്ടില്ല. ഈ ഒറിജിനൽ ഗ്രാഫിൽ എവിടെയും ക്രോസ് ആയിട്ടില്ല. ഈ ഗ്രാഫിൽ എവിടെയെങ്കിലും G സ്റ്റാറിൽ എവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. സോ ബോത്ത് ഗ്രാഫ് are G and G star. Both G and G star or planar graphs. രണ്ട് ഗ്രാഫും എന്താണ്? പ്ലേനാർ ആണ്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. G star star, അതായത് ഈ പ്ലെയിൻ ഗ്രാഫിൻ്റെ വീണ്ടും ഒരു ഡ്യുവൽ എടുത്താൽ അതെന്തായിരിക്കും? ഒറിജിനൽ ഗ്രാഫ് തന്നെ ആയിരിക്കും വരുന്നത്. അതായത് ഈ ഗ്രാഫിൻ്റെ ഡ്യുവലാണ് ഈ ഗ്രാഫ് നമ്മൾ G സ്റ്റാർ എടുത്തത്. ഇനി G സ്റ്റാറിന് ഒരു ഡ്യുവൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ G സ്റ്റാർ സ്റ്റാർ G star star G double star will be equal to the original graph തന്നെയായിരിക്കും വരുന്നത് എന്നിങ്ങനെ നമ്മുടെ കണ്ടിൽ 7 കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ 7 കണ്ടീഷൻസും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്ലേനാർ ഗ്രാഫ് ആൻഡ് ഓൾസോ ദ ഡുവൽ ഗ്രാഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ട് ഡിഫറെൻറ്റ് ജോമെട്രിക് ഡുവൽ ഗ്രാഫ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, അത് ഐസോമോർഫിക് ആയിരിക്കണം എന്നില്ല. എപ്പോഴും ഗ്രാഫ് ഐസോമോർഫിക് ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്.
ഇപ്പം നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ തരുവാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് തരുവാണെങ്കിൽ ഈ ഗ്രാഫിന് എത്ര റീജിയൻസ് നമ്മുടെ കയ്യിലുണ്ട്? R1 R2 രണ്ട് റീജിയൻസ് അല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫും കൂടി ഉണ്ടെന്ന് കരുതിക്കോ, ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ചിലർ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ തന്നെ ഡ്യുവലും ഇതിൽ തന്നെ അവർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ആ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ പ്ലെയിനാർ റീജിയന് ഇവിടെ ഒരു വെർട്ടെക്സ് എടുക്കാം. ഇനി അടുത്തത് പുറത്തുള്ള റീജിയൻ, അതായത് ഇത് R1, പുറത്തുള്ള റീജിയൻ ഏതാണ്? R2, അതുപോലെ ഇതിനകത്തുള്ള റീജിയന് R3. അങ്ങനെ നമ്മൾ 3 വേർട്ടിസസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ 2 എഡ്ജും കണക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് അതായത് R1ഉം R2. ഈ എഡ്ജ് ഏതൊക്കെ റീജിയൻസിനാണ് കണക്ട് ചെയ്യുന്നത്? R1ഉം R2. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി ഈ എഡ്ജ്, അതായത് ഈ എഡ്ജ് ഏതൊക്കെ റീജിയൻസ്? R1 R2നെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. അടുത്തത് ഈ ഒരു എഡ്ജ് ഏതൊക്കെ റീജിയൻസ്? R1 R2. അപ്പോൾ അവിടുന്ന് തന്നെ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജോയിൻ ചെയ്യിക്കുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് ഏതൊക്കെ റീജിയൻസിനാണ്? R1 R2. സോ ഡ്രോ എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് ഏതൊക്കെ റീജിയൻസിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് R3, പുറത്തുള്ള റീജിയൻ R2. അപ്പോൾ R2 R3യെ കണക്ട് ചെയ്യുന്ന റീജിയൻ. ഇതാണ് നമ്മുടെ ഗ്രാഫ്, ശരിക്കുള്ള ഗ്രാഫായിട്ട് നമുക്കിവിടെ പറയുന്നത്. ഞാനിപ്പോൾ റെഡ് കളർ ഷെയ്ഡ് മാറ്റി ബ്ലൂ കളർ ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ റെഡ് കളർ ഷെയ്ഡ് വരുന്നത് ആ ഗ്രാഫ് എന്ന് പറയുന്നത് ദ ഒറിജിനൽ പ്ലെയിൻ ഗ്രാഫ്. അതുപോലെ ബ്ലൂ കളർ ഷെയ്ഡിൽ വരച്ചിരിക്കുന്നത് ഡ്യുവൽ ഗ്രാഫാണ്. അതായത് ആ ഗ്രാഫിൽ തന്നെ അതിൻ്റെ ഡ്യുവൽ ഗ്രാഫും കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഡ്യുവലും ഇതിൽ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട്, ഒറിജിനൽ ഗ്രാഫും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് തരുന്നതെങ്കിൽ, ഈ ഒരു ഗ്രാഫാണ് നമുക്കിങ്ങനെ തരുന്നത്. എന്നിട്ട് നമുക്കിതിൽ എത്ര റീജിയൻസ് വരുന്നുണ്ട്? R1 R2 ആൻഡ് പുറത്തുള്ള റീജിയൻ നമുക്ക് R3 എന്ന് വെക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യണം. എന്നാൽ എങ്ങനെയാണ് വരയ്ക്കുക? ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ഡ്യുവലും വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം R1ഉം R2, അതായത് 1 2 3 4 5 എഡ്ജസ് നമുക്ക് വരയ്ക്കണേ. അപ്പോൾ R1ഉം R2ഉം കണക്ട് ചെയ്യുന്ന റീജിയൻ ഫസ്റ്റ് ഈ ഒരു എഡ്ജ്, അതായത് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഏത് റീജിയനാണ്? R1നെ R3യെയും കണക്ട് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇനി ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഏതൊക്കെ റീജിയൻസിനെ? വീണ്ടും R1 R3. അപ്പോൾ R1 R3യെ കണക്ട് ചെയ്യുന്ന റീജിയൻ. ഇനി ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് R1 R2. സോ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഈ റീജിയൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? R2 R3യെ കണക്ട് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ അത് R2 R3യെ കണക്ട് ചെയ്യുന്ന റീജിയൻ. എന്നിട്ട് ഈ റീജിയനോ, അത് ഏതാണ് കണക്ട് ചെയ്യുന്നത്? ഇത് നമ്മുടെ R2 R3. അതും R2 R3യെ കണക്ട് ചെയ്യുന്ന റീജിയനാണ്. സോ ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ നമ്മുടെ പ്ലെയിൻ ഗ്രാഫ് നമുക്ക് ഇതിൽ തന്നെ വരയ്ക്കാൻ പറ്റും. അല്ലാതെ ഇത് സെപ്പറേറ്റ് ചെയ്താണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. R1 R2 രണ്ടാമത്തെ വെർട്ടെക്സ്, മൂന്നാമത്തെ വെർട്ടെക്സിനെ നമുക്ക് R3 എന്ന് തന്നെ എടുക്കാം. അതുപോലെ തന്നെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? R1 to R2, R2 to R3, R1 to R3, വീണ്ടും നമ്മൾ വരയ്ക്കുക R2 to R3 ആൻഡ് ഒന്നുകൂടി വരയ്ക്കുക. അങ്ങനെ നമ്മുടെ 4-5 എഡ്ജസ് ആണ് നമുക്കിവിടെ വേണ്ടത്. 2 to 4 5 എഡ്ജസ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിന് ബ്ലൂ കളർ ഷെയ്ഡുള്ള ഗ്രാഫിന് നമ്പർ ഓഫ് വേർട്ടിസസ് ഇസ് ഈക്വൽ ടു 4, നമ്പർ ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ ടു 3. ഇവിടെ നമ്പർ ഓഫ് വേർട്ടിസസ് ഇസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് എഡ്ജസ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് നമ്പർ ഓഫ് റീജിയൻസ് ഇസ് ഈക്വൽ ടു 4. അങ്ങനെ നമ്മളിവിടെ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ, അതായത് നമ്മളിവിടെ ജോമെട്രിക് ഡ്യുവലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ജോമെട്രിക് ഡ്യുവൽ മാത്രമല്ല, നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്ലെയിനാർ ഗ്രാഫ് ആൻഡ് ഇറ്റ്സ് ഡ്യുവൽ ഓൾസോ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ആ പോയിന്റ് അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ പോയിന്റ് വൈസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സം എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.